നമസ്കാരം, എല്ലാവർക്കും ട്രാവലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് വന്നുള്ളത് നമ്മുടെ ലിൻസൺ ചേട്ടൻ്റെ അവിടെയാണ് ഷിറ്റ്സുവിൻ്റെ ഒരു വീഡിയോ ആയിട്ട്. ഷിറ്റ്സുവിനെ പറ്റിയൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളൊന്ന് പറയുന്നത്. അപ്പോൾ ലിൻസൺ ചേട്ടൻ ഒരു ഹായ് പറഞ്ഞത് മുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ബീഗിൾസിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ. അതിൽ പപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബീഗിൾസിൻ്റെ. അപ്പോൾ ലിൻസൺ ചേട്ടൻ ആണ് ഈ ഡോഗ്സിൻ്റെ ഓണർ. വീഡിയോയ്ക്ക് വല്ല ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആകും. ചേട്ടാ നമ്മുടെ കയ്യിലുള്ള ബ്രീഡ് ഏതാ? ഷിറ്റ്സു. ഷിറ്റ്സു. ഓക്കെ, ഷിറ്റ്സു നമ്മള് ഭയങ്കര ഇപ്പൊ പോപ്പുലർ ആയി നടക്കുന്ന ഒരു ബ്രീഡാണല്ലോ. ഇതും ഒരു ടോയ് ബ്രീഡ് തന്നെയാണോ? അതെ, ടോയ് ബ്രീഡാണ്. ഓക്കെ, അപ്പൊ ഇവനെ പറ്റി പറയണേ എന്തൊക്കെ കാര്യങ്ങളല്ലേ? ഇവന്റെ പേര് വരുന്നത് ചാർലി എന്നാണ്. ഇവന് ഞാൻ വാങ്ങിച്ചത് ചെന്നൈന്നാ. അപ്പോ എന്റെ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു മുന്നേ. അവളതുപോലെ സി സെക്ഷൻ ആയിരുന്നു. മെയ്റ്റ് ചെയ്തിട്ട് സിസേറിനായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോഗ് ഭയങ്കര വീക്കായി പോയി, കുട്ടികളും ചത്തുപോയി. അതിന്റെ പിന്നാലെ അവളും പോയി. അപ്പോൾ അവളെ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാ. പിന്നെ എനിക്ക് ഒരു പെറ്റായിട്ട് വീണ്ടും വളർത്താനായിട്ട് ആഗ്രഹത്തിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവനെ വാങ്ങിച്ചത് ചെന്നൈയിൽ നിന്നാണ്. ഇവന് അന്നൊരു 5 മാസം പ്രായമുള്ളപ്പോഴാണ് വാങ്ങണത്. ഇവന്റെ ഫാദർ വരുന്നത് തായ്ലാൻഡ് ഇമ്പോർട്ടാണ്. ഫാദർ സൈഡും മദർ സൈഡും നല്ല ബ്ലഡ് ലൈനാണ്. അപ്പൊ അങ്ങനെ നോക്കി നല്ലൊരു പപ്പിനെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചാണ്. ഇപ്പൊ ഹെയർ ഒക്കെ ട്രിം ചെയ്ത് ട്രിം ചെയ്താണ്. എണ്ണം കൂടിയപ്പോഴേ ബീഗിൾ ലിറ്റർ ആയപ്പോഴും ഇവരെ ഡെയിലി ബ്രഷ് ചെയ്തില്ലെങ്കിൽ അപ്പൊ ചെറു പിടിക്കും. ഫുള്ള് മാറ്റവും ഉള്ളിലും മൊത്തം. ഇവന്റെ ഹെയർ പ്രത്യേകിച്ച് ഇവന്റെ ഒരു എന്താ പറയാ, ചില ഒരു മുന്നുണ്ടായിരുന്ന ഫീമെയിലൊന്നും ഇങ്ങനെ ചെറു പിടിക്കണ്ടായിരുന്നില്ല. പക്ഷെ ഇവന്റെ നല്ല ലോങ് ഹെയർ ആണ്. മുന്നത്തെ വീഡിയോസിലും ഉണ്ട്. നമുക്ക് കളർ ഏതുള്ള കയ്യില്? ഇവന്റെ കളർ വരുന്നത് ട്രൈ കളറാണ്. ട്രൈ കളർ എന്ന് പറഞ്ഞ ഒരു ബ്രൗൺ കളറും ഈ വൈറ്റും ഈ ബ്ലാക്കും വരുന്നത്. ബീഗിളിന്റെ പോലെ തന്നെ ആ ഒരു കളർ ഷെയ്ഡിന് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് മാത്രമല്ല. ഇവന്റെ അത്യാവശ്യം ഡാർക്ക് കളർ ഉണ്ടായിരുന്നു നടുക്കിലെ ഗേറ്റ്. പിന്നെ ഈ ഹെഡിന്റെ അവിടെയൊക്കെ നല്ല ഡാർക്ക് കളർ ഉണ്ടായിരുന്നു. ട്രിം ചെയ്തപ്പോ ഹെയർ താഴ്ന്നപ്പോ പിന്നെ ഒരു ലൈറ്റ് കളർ പോലെ ആയി. ശരിക്കും ഈ ഒരു ബ്രീഡിനെ പറ്റി പറയുമ്പോൾ ഇവരുടെ ക്യാരക്ടർ ഭയങ്കര, അതായത് പെറ്റായിട്ട് നിൽക്കുന്ന ഒരു ബ്രീഡാണ്. നമ്മുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ ഒരു ഭയങ്കര അപ്സെറ്റ് ആയി പോകുന്ന ഒരു കണ്ടീഷനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണത്? സത്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇവനെടുത്തിട്ട് ഇവനൊരു 5 മാസം പ്രായപ്പോഴാണ് എടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫാമിലി എല്ലാരും കൂടി വേളാങ്കണ്ണിക്ക് പോയി. വേളാങ്കണ്ണി പോയി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നത്. കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടാണ് പിന്നെ വരുന്നത്. അപ്പൊ പോയി വന്നതിന് ശേഷം ഡോഗ് ആകെ മൊത്തം ആകെ എന്താ പറയാ, ഞങ്ങളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. കിടന്ന് കിടപ്പ്. ആ ഒരു മുന്നത്തെ ഒരു ആക്റ്റീവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആകെ പേടിച്ചു പോയി, എന്ത് സംഭവം എന്ന് അറിയാണ്ട്. പക്ഷെ നമ്മുടെ മുന്നുണ്ടായിരുന്ന ഫീമെയിൽ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവളെന്നെ വലുതിൽ വാങ്ങിച്ചു ഞാന്. പക്ഷെ ഇവനെ 5 മാസം പ്രായമുള്ള വാങ്ങിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു കൂടുതൽ അറ്റാച്ച്മെന്റ് ആയി. ഒന്നൂരി അറ്റാച്ച്മെന്റ് ആയി. ഭയങ്കര ഫ്രണ്ട്ലി ഡോഗാണ്. ഞാൻ ഇന്നേ വരെ ഞാൻ ഡോഗ്സിനെ വളർത്തിയിട്ട് ഇതേപോലെ ഒരു സ്നേഹമുള്ള ഒരു ബ്രീഡ് കണ്ടില്ല. അത്രയും സ്നേഹമാണ്. അവനെത്ര നമ്മൾ കെയർ ചെയ്ത് സ്നേഹിക്കുന്നു അതേപോലെ അവൻ നമ്മളെ തിരിച്ചു സ്നേഹിക്കില്ല. അതേപോലെ ഞാൻ ഡിപ്രഷൻ ആവും ചെയ്യൂട്ടാ. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഓരോ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഡോഗ് കഴിയുന്നു പോകും. നമ്മളവരുടെ കൂടെ വേണല്ലേ. ഇവൻ വീടിനുള്ളിൽ കിടന്ന് വളർന്നുകൊണ്ട് ഇവൻ നമ്മളില്ലാണ്ട് ചിലപ്പോ കുറച്ച് ദിവസം മാറി നിന്നാൽ തന്നെ ആള് വീക്കാവും. ഈ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെയാണോ? നമ്മൾ കൊടുക്കും. വീട്ടിൽ കൊടുക്കും, അമ്മാമ്മയും കൊടുക്കാറുണ്ട്. അവര് കൊടുത്താലും കഴിക്കില്ല? കഴിക്കും, കുഴപ്പമൊന്നുമില്ല. ശരി. ഈ കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെ? ഇവനൊക്കെ ആയിട്ട് ഭയങ്കര പിന്നെയാ, ഇവന് ജീവനാ. അപ്പൊ ഇതിപ്പോ നമ്മള് മേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ. എത്ര ഇവനൊരു മേറ്റ് ചെയ്തിട്ടുണ്ട്. 2 മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പപ്പീസ് 2 ലിറ്റർ ആയിട്ടുണ്ടാവും. 2 ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട് ഇവന്. ശരി. ഇവനിപ്പോ ഒരു 1.5 വയസ്സ് പ്രായമുണ്ട്. ഡോഗിനെ പറ്റി പറയുമ്പോഴേ നമുക്ക് അവരുടെ ഹെയർ ആണല്ലോ കൂടുതൽ. അപ്പൊ ഹെയർ സപ്ലിമെന്റ്സ് കൂടുതൽ നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി? ഞാൻ ഹെയർ സപ്ലിമെന്റ് കൊടുക്കുന്നത് മൈബി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൈബി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോഗ് ഫുഡ് ആണെങ്കിലും NAT ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ ഈ പപ്പിയിൽ തന്നെ എത്ര ഹെയർ ഉണ്ടാവും? നമുക്ക് അത്യാവശ്യം ഹെയർ ഒക്കെ ഉണ്ടാവും. ഒരു 5 മാസം ഞാൻ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹെയർ ഉണ്ട്. ഞാനിവിടെ ഒന്ന് ഗ്രൂം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് കോട്ട് മനസ്സിലാവണ. അത് കഴിഞ്ഞ് അവനൊരു വയസ്സാകുമ്പോഴേക്കും കംപ്ലീറ്റ് ലെങ്ത് മൊത്തം ഇറങ്ങി. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പക്ഷെ ഈ ഒരു ദിവസം ഇവന് ഇരിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഈ ഉള്ളിൽ ചില പിടിക്കും. പുറത്തേക്ക് ഇല്ലെങ്കിലും ഉള്ളിൽ മാറ്റ് നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ഇവനെ ഡ്രിം ചെയ്തുകൊണ്ടായിട്ട്. കാരണം ഇവന് തന്നെ അസ്വസ്ഥ തുടങ്ങി. നമ്മളിപ്പോ ഇപ്പൊ ബീഗിളിപ്പോ ഈ 8-9 ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 9-10 ബീഗിലോടെ കിടപ്പുണ്ട്. അപ്പൊ 1 ലിറ്റർ ആകുമ്പോഴൊക്കെ നമുക്ക് രാത്രി ഉറക്കുണ്ടാവില്ല. ഒരു ഫീമെയിൽ ലിറ്റർ കഴിഞ്ഞ് ഒരാഴ്ചത്തേക്ക് പിന്നെ ഉറക്കത്തിനായിരുന്നു നോക്കിയേ വേണ്ട. ആ സമയത്ത് ബ്രഷിങ് കാര്യങ്ങളും
നടക്കുന്നില്ല. പിന്നെ നമ്മൾ ആഴ്ചയിൽ കൊണ്ടുപോയിട്ട് ഗ്രൂം ചെയ്യായിരുന്നു. പക്ഷെ ഡെയിലി ബ്രഷ് ചെയ്യാണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ആഴ്ചയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉള്ളിലത്തെ മാറ്റ് ഉണ്ടല്ലോ, ഈ പെറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അത് വലിച്ച് കംപ്ലീറ്റ് എടുക്കുമ്പോ എന്നിട്ട് സ്കിന്നിൽ നിന്നാണ് ഇത് മൊത്തം വലിച്ചെടുത്ത് റെഡിഷ് കളറിലാണ് സ്കിന്നിൽ നിൽക്കണത്. അപ്പൊ അതിന് എത്രയും വേദനിപ്പിച്ച് ഉപദ്രവിക്കുമ്പോൾ എന്ന് വെച്ചിട്ടാണ് പപ്പി കെട്ടടിച്ച് നിർത്തിയിട്ടുള്ളത്. ശരി ശരി. ഇവർ കണ്ണിലേക്ക് കൂടുതൽ ഇങ്ങനെ ഇത് വരില്ല, അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഇല്ല, ഇവന് അങ്ങനെ ഇതൊരു പ്രശ്നം വന്നിട്ടില്ല. ഹെയർ ഫുള്ള് വന്നാലും ഇപ്പൊ നമ്മൾ അത്യാവശ്യം ലോങ് ഹെയർ ഉള്ള സമയത്തൊക്കെ ഇവനെ കെട്ടി വെച്ച് കൊടുക്കായിരുന്നു. അടിയിലേക്ക് ഒരു മീശ പോലെ എടുക്കുക അടിയിലേക്ക്, എന്നിട്ട് മേലേക്ക് നമ്മള് കെട്ടി വെച്ച് കൊടുക്കായിരുന്നു മുകളിലേക്ക്. അങ്ങനെ കണ്ണിന് ഇതുവരെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഫുഡൊക്കെ എന്താ കൊടുക്കുന്നത് പപ്പി സ്റ്റേജിലും അഡൽട്ടിലും? നമ്മള് ഇവന് നമ്മുടെ NND ഉണ്ടല്ലോ, NND കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് അവിടെ ഒരു ചെന്നൈയിൽ കൊടുത്തിരുന്നത് റോയൽ കാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് കൊടുത്തപ്പോഴും കഴിച്ചായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ റോയൽ കാനിൽ കൂടുതൽ സ്റ്റെറോയിഡ്സ് ആണെന്നൊക്കെ പറയുന്നു. ഈ റോയൽ കാനിൽ ഏറ്റവും കൂടുതൽ അതിപ്പോ വേറെ ഏത് ഡോഗ് ഫുഡ് കൊടുത്താലും പപ്പി കയറില്ല. പക്ഷെ റോയൽ കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പപ്പി അതേപോലെ ബൾക്കായി വരുന്നുണ്ടല്ലോ. അതിൽ എന്തെങ്കിലും ഒരു കാനില്ലാണ്ട് അങ്ങനെ വരില്ലേ. അപ്പൊ എല്ലാരും പറയുന്നത് സ്റ്റെറോയിഡ്സ് ആണ്. ഡ്രോപ്പ് ചെയ്തു. അപ്പൊ നമ്മള് ഡ്രോപ്പ് ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു ബീഗിളിന് അതുപോലെ തന്നെ ചെറുപ്പം തൊട്ട് ഇപ്പൊ ഒരു 7-8 വയസ്സ് വരെ അതിന് റോളിക്കാൻ കൊടുത്ത് വളർത്തിനാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ കിഡ്നി ലിവറൊക്കെ ഡാമേജ് ആയി. അപ്പോ ഇത്രയധികം സ്റ്റെറോയിഡ്സ് അതിൽ കയറുന്നുണ്ടെങ്കിൽ എന്തായാലും ലിവറും കിഡ്നിയൊക്കെ പോകും. അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മള് മനുഷ്യനായാലും ശരി, നമ്മളിപ്പോ ഈ ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ പലർക്കും ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളും ചെയ്യാണ്ട് ബോഡിയിൽ സ്റ്റെറോയിഡ്സ് കയറുമ്പോൾ കിഡ്നി ഡാമേജ് വരാറുണ്ട്. ഇപ്പൊ ചേട്ടാ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന ഫുഡ് ഏതാ അഡൽട്ടിൽ? ഇപ്പൊ ഞാൻ NND കൊടുത്തോണ്ടിരിക്കുന്നത്. രണ്ടു നേരം എങ്ങനെ കൊടുക്കണേ? 2 നേരം, കാലത്തും ഈവനിങ് ആയിട്ട് NND സ്റ്റാർട്ടർ കൊടുക്കണതിന്. മീറ്റൊക്കെ എങ്ങനെ കഴിച്ചോളൂ പുള്ളി? ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് വേവിച്ചിട്ട് എല്ലൊക്കെ കളഞ്ഞിട്ട് ചിക്കൻ മാത്രമായിട്ട് കൊടുക്കും. ഭയങ്കര ഇഷ്ടമാണ്. മീറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇവന്റെ മീറ്റിംഗ് നമ്മളിപ്പോ 2 മീറ്റിംഗ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. 2 ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. ശരി. ഇപ്പൊ പപ്പീസിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ നമ്മൾ ഏകദേശം മാർക്കറ്റിൽ എങ്ങനെ? ഇവന് ലാസ്റ്റ് പപ്പിന് കൊടുത്തത് 35 രൂപയാണ് ലാസ്റ്റ് കൊടുത്തത്.